ചെറുപയർ ഉപയോഗിച്ചിട്ട് നല്ല നാടൻ രുചിയിൽ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതിലുള്ള അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചെറുപയറിനെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചൂട് കട്ടിയുള്ള പാൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് 1 കപ്പ് ഫ്രഷായിട്ട് ചെരുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിൽ 3-4 എടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചുവന്നുള്ളി ആയിരുന്നു, അത് കാരണമാണ് കുറച്ചധികം ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒരു ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 10 ഉണക്കമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ തേങ്ങയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്കും മുളകും അതുപോലെ കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ടാവും. മുളക് ആദ്യം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കേട്ടോ മുളക് പകുതിക്ക് വെച്ച് ചേർത്തത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് പൊടിച്ചെടുക്കുന്ന മിക്സി ജാറ് നന്നായി കഴുകി തുടച്ച് ഉണക്കിയെടുത്തതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ചെറിയ ജലാംശം പോലും അതിലുണ്ടാവാൻ പാടില്ല. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് ചൂടാറാൻ വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ ചെറുപയർ ഞാനൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആയിട്ടില്ല, എന്നാൽ ചെറിയൊരു തരികളൊക്കെ ഉണ്ട് താനും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂട്ടിയുള്ള മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല നാടൻ സ്മെല്ലാണ് നമ്മൾ ഈ വറുത്തതിന് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളൻ പുളി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് പുളിയുടെ അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണോ അല്ലെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണോ എന്നുള്ളതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചൂട് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിലൊക്കെ ചാലിച്ചിട്ട് ഇഡ്ലിയുടെയോ അല്ലെങ്കിൽ ദോശയുടെയോ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ നമുക്കിത് കേടാവാതിരിക്കുന്നതാണ്. ഞാൻ ചെറുപയർ കൊണ്ട് മുമ്പ് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ലഡുവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐകാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. നല്ല നാടൻ രുചിയുള്ള നാടൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ചമ്മന്തി പൊടിയാണ്. ഈ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ആ ഒരു മണം മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതുവരെ ചെറുപയർ കൊണ്ട് ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.